ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലാക്കാണ്. കാരണം നമ്മുടെ ബ്ലാക്ക് ബോയ് കൊണ്ട് ട്രിപ്പ് പോവുകയാണ് ഗൈസ്. അവൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് ഇന്ന്. ഓക്കെ, അപ്പം എന്തെങ്കിലും തിന്നാനൊക്കെ മേടിച്ചുകൊണ്ട് പോവുകയാണ് ഗൈസ്. അതാണ് കടയിലൊക്കെ നിർത്തി അപ്പം തന്നെ അങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഇന്നോവയുടെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെന്തോ ഒരു പരിപാടി ഒപ്പിച്ചെന്ന്. സാധനം വേറൊന്നുമല്ല, നമ്മൾ ഇന്നലെ നല്ലൊരു മഴ പെയ്തപ്പം ഒരു കണ്ടത്തിലോട്ടിട്ട് അങ്ങ് ഡ്രിഫ്റ്റ് അടിച്ചതാണ് ഗൈസ്. ഫുള്ള് ചളിയായി, ഫുള്ള് ചെളി. പിന്നെ നാളെ വല്ലതും കഴുകാമെന്ന് പറഞ്ഞിട്ടപ്പോഴാണ് ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞ് നമ്മുടെ വണ്ടിയൊക്കെ ഇങ്ങനെ ക്ലീനറുണ്ട്, ആ പുള്ളി വിളിച്ച് പറഞ്ഞു, നമുക്കറിയാവുന്നൊരു പയ്യനാണ്. ഓക്കെ, അപ്പോൾ അവൻ വിളിച്ച് പറഞ്ഞു ഇന്ന് ബ്ലാക്കിക്ക് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്, അണ്ണനാണ് എടുക്കേണ്ടത്, പെട്ടെന്ന് വന്നോളാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും കഴുകാനുള്ള സമയമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് നേരെ എടുത്തുകൊണ്ട് പോയി സർവീസ് സ്റ്റേഷനിൽ കൊടുക്കുവാണ്. അപ്പം ഞാൻ പോയി സർവീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് നേരെ എൻ്റെ നമ്മുടെ ഷെഡിലോട്ട് പോവാം. അവിടെ നമ്മുടെ നരസിംഹൻ ട്രിപ്പിന് പോയി. ഇപ്പോൾ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. അവൻ്റെ ട്രിപ്പ് ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ തന്നെ എടുക്കുന്നത്. ബാക്കി എല്ലാ ട്രിപ്പും നിങ്ങൾക്കറിയാം നമ്മുടെ ആ ഒരു സ്റ്റൈല്. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ, ബാക്കി ട്രിപ്പെല്ലാം നമ്മുടെ ഡ്രൈവർമാരാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലീനർ അല്ല ഗൈസ്, ഞാൻ പറഞ്ഞത് ആ പുള്ളി നമ്മുടെ ഡ്രൈവറാണ്. നമ്മുടെ ഇവിടെ കുറേ വട്ടം ഡ്രൈവ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ വരെ, അതായത് ആൾക്കാരെ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ വരെ ആ ഒരു പുള്ളിയാണ് ഓടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് കാണുക. ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാണ് എല്ലാവരും പവറാക്കുക ഗൈസ് നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ അതേ കുത്തിക്കയറാൻ നോക്കുന്നുണ്ടോ? നമ്മളും കുത്തിക്കയറാൻ നോക്കുകയാണ്. നമ്മൾ പിന്നെ ചെറിയ വണ്ടിയാണെന്നെങ്കിലും പറയാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നോവ സർവീസ് സ്റ്റേഷനിലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റായി പോയി. നമ്മുടെ ചെറുക്കൻ അവിടെ ലൈറ്റൊക്കെ കത്തിച്ച് കിടക്കുവാണ്. ഇതുവരെ വെളിയിൽ ഇറക്കിയില്ല, ഞാൻ വിചാരിച്ച് ഇറക്കി കാണുമെന്ന്. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ സർവീസ് സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി കൊടുത്തിട്ട് വരുന്ന വഴിയാണ്. നമ്മുടെ ഡ്രൈവർ ഇന്ന് മറ്റവനാണ്. അപ്പം കുറച്ച് ദൂരം അവൻ ഓടിച്ചോളും. ഓക്കെ, എന്തായാലും ഞാൻ സൈഡിലോട്ട് കയറി അങ്ങ് ഇരിക്കാം, ആർക്കും ശല്യം ഉണ്ടാക്കാതെ. ഓക്കെ, എന്തോ ഉണ്ട്. വണ്ടി ജസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് ഫോട്ടോ എടുക്കാനായിട്ടൊന്ന് നിർത്തി തരണേ അവിടെ. ഓക്കെ എന്നാൽ അത് കുഴപ്പമില്ല, ഞാൻ നിർത്തിത്തരാം. വണ്ടി നിർത്തിത്തരാം. എങ്ങനെയാ മറ്റേ എന്നും എടുക്കുന്ന പോലെ ഇങ്ങനെ ചരിച്ചല്ലേ ഇതുപോലെ? സെറ്റ്, ഇത് മതി. ഓക്കെ, അപ്പോൾ അവൻ നിർത്തിയൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പെട്ടെന്ന് ഓടിപ്പോയൊരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തില്ലേ തംബ്നെയിലൊന്നും കിട്ടത്തില്ല. ഓക്കെ, ഒരു ക്ലിക്കിനങ്ങ് ഫോട്ടോ എടുത്തിട്ട് വരാം. പെട്ടെന്ന് ടൈം പോയി ഗൈസ്, ടൈം പോയിട്ട് നല്ല രീതിയിൽ ടൈം പോയി. നമ്മൾ സർവീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ ആ പുള്ളിയോട് കുറേ നേരം വർത്തമാനം പറഞ്ഞ് തന്നിട്ട് ടൈമൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ആംഗിൾ മതിയാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കെന്തായാലും സേവ് ചെയ്തിട്ട് വണ്ടിക്കകത്ത് കയറിയിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. ഓക്കെടാ, വണ്ടി വിട്ടോ, ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു, വണ്ടി വിട്ടോ. ഓക്കെ എന്നാ സെറ്റ്. പിന്നെ ഒരു കാര്യം, ഞാൻ ആ ഒരു പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ വരെ വണ്ടി ഓടിക്കത്തുള്ളേ. അത് പിന്നെ ഫുള്ള് അന്നാണ് ഓടിച്ചാണ്. ഞാൻ ക്ലീനറാണ്, അത് ഓർമ്മ വേണം. ഓക്കെ ഓക്കെ സെറ്റ്, അതൊക്കെ അത്രയേ ഉള്ളൂ. അധികം സ്പീഡ് എടുക്കണ്ട. അന്നാ നിങ്ങൾ എന്തുപോയി പറയുന്നത്? നമ്മളും കുറേ വണ്ടിയൊക്കെ ഓടിച്ചിട്ടുള്ള കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചരിച്ചെടുക്കാനൊക്കെ നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ചരിച്ചെടുക്കുന്നതൊക്കെ കൊള്ളാം. വണ്ടി എവിടെയെങ്കിലും തട്ടി നിൻ്റെ നട്ടല് ഞാൻ ഊരും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ കൂടെ കാണും, നിൻ്റെ നട്ടല് ഊരാൻ. ഗൈസ്, എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് അടിച്ച് പവറാക്കുക. ഓക്കെ, നമുക്ക് റോഡ് ടു 1K സബ്സ്ക്രൈബറാണ്. പെട്ടെന്ന് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഇനി കുറച്ച് പേരൂടെ മതി നമ്മുടെ ചാനലൊന്ന് 1K അടിക്കാനായിട്ട്. ഇപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നീ എന്തോ മറന്നുപോയോ? നേരെ അങ്ങ് പോയല്ലോ. അതമ്മ ഞാൻ ഈ ഫ്ലോയിലൊന്ന് ഓടിച്ചു പോയോണ്ടാ, സോറി. എന്തായാലും ഇവിടല്ലേ സ്ഥലം? ഇത് തന്നെ സ്ഥലം. ബാക്ക് തട്ടുന്ന നോക്കണേ, ഒറ്റ എടുപ്പം കടിച്ച് ഫുൾ ആക്സിലേറ്റർ കൊടുത്തല്ലേ. ബാക്ക് തട്ടുന്ന സൂക്ഷിച്ച് നോക്കി എടുക്കണം. പുത്തൻ വണ്ടിയുടെ ഫസ്റ്റ് ട്രിപ്പാണ്. ഓക്കെ, സെറ്റ്, മതി. ഇനി ആൾക്കാരാ കയറിക്കോളൂ, നീ ഇറങ്ങിക്കോ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇറങ്ങാം. നമ്മുടെ പാസഞ്ചേഴ്സിനെ എല്ലാം പിക്ക് ചെയ്തിട്ട് ഓക്കെ, ഇനിയും പോകുന്ന വഴിയിൽ അടുത്ത വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ,
ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ ദൂരം ഇങ്ങ് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഹൈവേയിലെത്തി. അങ്ങനെ നമ്മൾ ഹൈവേ കയറിയപ്പോഴാണ് ഒരു സന്തോഷം. ഇത്രയും നേരം നമ്മൾ ഇടുക്ക് വഴി കൂടെ കഷ്ടപ്പെട്ട് ഓടിച്ചുകൊണ്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അപ്പോൾ ഇപ്പോൾ ഹൈവേ ആയപ്പോഴാണ് ഒരു സമാധാനമായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അടിച്ചു വിട്ടങ്ങ് പോയാൽ മതി. എന്തായാലും അങ്ങ് വരെ അല്ല, കുറച്ച് ദൂരം നമുക്ക് എന്തായാലും ഇനി ഹൈവേ കൂടെ നമുക്ക് ചുറ്റിക്കറങ്ങി നടക്കാം. അന്നാ ഈ ഫുഡ് കഴിക്കുന്ന കാര്യമൊക്കെ എങ്ങനെ? നമുക്ക് എവിടെയെങ്കിലും ഹോട്ടലിൽ നിർത്തണ്ടായോ? എടാ, അതൊക്കെ അവർ പറയുമ്പോൾ നിർത്തിയാൽ മതി. ഇപ്പം അങ്ങോട്ട് വണ്ടിയെ കയറിയതല്ല ഉള്ളൂ. തീറ്റി എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗൈസ്, കഴിഞ്ഞ വട്ടം മറ്റേ വണ്ടിയിൽ ട്രിപ്പ് പോയപ്പോൾ ഇവ 4 ഇടത്താണ് നിർത്തിച്ചത് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. എന്തുവാ ഞാൻ നിർത്തിയെന്നും പറഞ്ഞു ബാക്കി മൊത്തം അവന്മാരെ വെട്ടിയടിച്ചത്. ഞാൻ നടത്തിയ ഹോട്ടലിൽ മൊത്തം. ആര്? നമ്മുടെ പാസഞ്ചേഴ്സോ? പിന്നല്ലാതെ അവന്മാർ നമ്മൾ നിർത്തിയിടത്തെല്ലാം വന്ന് ഫുഡടിയായിരുന്നു. അവന്മാരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ പാസഞ്ചേഴ്സിന്. ഓക്കെ, അപ്പോൾ പാസഞ്ചേഴ്സ് നേരത്തെ നമ്മുടെ വണ്ടി വന്ന ആരും വീഡിയോ കാണുന്നുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഒരു വിവരമില്ലാത്തവനാണ് ഇവിടെ ഇരുന്നത് പറഞ്ഞത്. അതൊക്കെ പോട്ടെ, നീ എത്ര പേരുണ്ടെന്ന് എണ്ണിയായിരുന്നോ? നമ്മുടെ വണ്ടിയിൽ എത്ര പേരുണ്ടെന്ന് എണ്ണിയായിരുന്നോ? മുമ്പേ എണ്ണിയപ്പം 37 പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നല്ലേ? 37 പേരൊന്നും അല്ല, 40 പേരുണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് എണ്ണിയത് 40 പേരുണ്ടായിരുന്നു. 40 പേരുണ്ട്. ഞാൻ ഇപ്പോഴും കൂടെ പോയി എണ്ണിയതാ. ആണോ? എന്നാൽ ഓക്കെ, അപ്പം നമുക്ക് എക്സ്ട്രാ ക്യാഷ് കൂടെ കിട്ടും. ഓക്കെ. നമ്മളങ്ങനെ ഫുള്ള് കാല് കൊടുത്ത് പോവാണ്. ദേ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നു. നമുക്ക് എന്തായാലും ബ്രേക്ക് പിടിച്ച് ഓക്കെ ഇപ്പോൾ ഇതൊക്കെ ആ ഒരു സാധനമൊക്കെ ചാടി. നമ്മൾ ബ്രേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ സാധനം വെച്ചത്. ഓക്കെ, ഫ്രണ്ടിലൊരു ഇന്നോവയൊക്കെ ഉണ്ട്. നമ്മുടെ നരസിംഹൻ്റെ കൗളിടിച്ച് പൊളിച്ച കൂട്ടത്തെ ഒരു ഇന്നോവ. ഓക്കെ, എന്തായാലും നമുക്ക് തുറന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്ക് മൊത്തം ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ആണ് രണ്ടും. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനിയും കുറച്ച് ദൂരം കൂടെ ഓടിച്ചിട്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം എത്തിയിട്ടുണ്ട്. 1 ഡേ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു 7 മണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇനി നാളെ രാവിലെ അവിടെ എത്തും. അതിനുശേഷം നമ്മൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ റിട്ടേൺ പോരുവാണ്. ഓക്കെ, അപ്പോൾ അന്നം പറഞ്ഞ പോലെ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ലൈക്കൊക്കെ ചെയ്യണം. ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണം ഗൈസ്. നിങ്ങളൊന്ന് പവർ ആക്കും ഗൈസ്. ഓക്കെ, അങ്ങനെ വീണ്ടും വളവും തിരിവൊക്കെ ഉള്ള ഒരു റോഡൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ വലിയ ബസ്സും കൊണ്ട് ഇവിടെയൊക്കെ പോകുന്ന ഇച്ചിരി റിസ്ക് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.